Praise the Lord. Praise the Lord. Are you ready for one final time together today? അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ നീങ്ങുക. I was discussing with Pastor Lionel earlier today, and he mentioned to me, which something I've heard before as well. He was saying he's sometimes heard preachers say, "Get rid of the Old Testament. We don't need it anymore." ലൈനിലുമായിട്ട് രാവിലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധാരണ ചില പ്രാസംഗികർ പറയാറുണ്ട്, നമുക്ക് പഴയ നിയമത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്, അതുകൊണ്ട് പഴയ നിയമത്തെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. I've heard that said before, and I can kind of understand their thinking. കർത്താവിൻ്റെ ദാസനും അത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്നുള്ളത് എനിക്ക് ഒരർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. But the Old Testament is still the Word of God. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, പഴയ നിയമം ദൈവത്തിൻ്റെ വചനം തന്നെ. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമായ തിരുവെഴുത്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. There is still much we can learn from the Old Testament. പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. We don't live like the people did in the Old Testament. പഴയ നിയമത്തിലെ ആളുകൾ ജീവിച്ചതുപോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് അത് നമുക്ക് നൽകി തന്നിരിക്കുക. But we can learn from what they were told and what we now see if we take Jesus with us in our reading. യേശുവിനോടൊപ്പം നമുക്ക് പഴയ നിയമത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ പഴയ നിയമം കുറേയും കൂടെ അർത്ഥവത്തായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. We're going to look at a book in the New Testament today that we can't understand without the Old Testament. പഴയ നിയമം കൂടാതെ പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അത് ഏതായിരിക്കും ഒട്ടുമുക്കാലും? Which book do you think we're talking about? പഴയ നിയമത്തെ കൂടാതെ പുതിയ നിയമത്തിലെ ആ ഒരു പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഏതായിരിക്കും ആ പുസ്തകം? എബ്രായ ലേഖനം, Hebrews. Yes. The Old Testament is the Hebrew book. The letter is written to the Hebrews. We should probably have some understanding of their point of view. പഴയ നിയമത്തിലെ ധാരാളം ഉദ്ധരണികൾ നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. എബ്രായ വിശ്വാസികൾക്ക് എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. Without the Old അത് എബ്രായ Testament, ഭാഷയിൽ എഴുതിയതല്ല കേട്ടോ, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊള്ളൊക്കെ. without the Old Testament, we don't know what the book of Hebrews is referring to. പഴയ നിയമത്തെ കൂടാതെ എബ്രായ ലേഖനം ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. So let's open to chapter 1 of the book of Hebrews. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. We're not going to read all of the book by any means. എല്ലാ ആ പുസ്തകം എബ്രായ ലേഖനം മുഴുവനായിട്ട് നമുക്കിവിടെ വായിച്ച് പഠിക്കാനായിട്ട് ഒക്കത്തില്ല. എങ്കിലും ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിച്ച് നമുക്ക് എബ്രായ ലേഖനത്തെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. We'll share a few thoughts and then have a little more extensive message a little bit later as well. നോക്കുക, എബ്രായ ലേഖനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ആഴമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. The book of Hebrews has sometimes been called the book of better things. എബ്രായ ലേഖനത്തിനെ വേറൊരു വിധത്തിൽ ആളുകൾ ചിത്രീകരിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു പുസ്തകം എന്നാണ്. The writer will talk about angels and say Jesus is better than the angels. ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണെന്ന് വെളിപ്പെടുത്തുന്നു. Nothing wrong with angels, but Jesus is greater. ദൂതന്മാർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അങ്ങനെ ശ്രേഷ്ഠതയേറിയ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. Sometimes even in the Old Testament you would see people encountering angels. പഴയ നിയമത്തിലും ദൂതന്മാരുടെ ഇടപെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Or if you're reading even the book of Revelation and you find John is being spoken to by an angel. വെളിപ്പാട് പുസ്തകത്തിൽ വന്നു കഴിഞ്ഞാൽ ദൂതന്മാരുടെ കളി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അല്ലേ. ഒന്നാമത്തെ ദൂതൻ്റെ യോഹന്നാന് ഈ വെളിപ്പാട് തന്നെ കൊടുക്കുന്നത് ഒരു ദൂതനാണ്. The person would bow down as though to worship the angel. നോക്കുക, ഈ ദൂതനെ ആരാധിക്കത്തക്ക വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, യോഹന്നാൻ വണങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And what would the angel say? ഉടനെ ദൂതൻ എന്താ മറുപടി പറഞ്ഞേ? No. എന്നെ ആരാധിക്കരുത്, എന്നെ വണങ്ങരുത്. They would say, I'm a servant like you. ഞാൻ നിന്നെ പോലെ തന്നെ ഒരു ദാസൻ മാത്രമാണ്. Worship God and God ദൈവത്തെ alone. മാത്രമേ ആരാധിക്കാവൂ,
ദൈവത്തെ മാത്രം നീ So ആരാധിക്കുക. Jesus is better than the angel. അപ്പോൾ ഇവിടെ നമ്മളെ എബ്രായ ലേഖനകാരൻ പഠിപ്പിക്കുന്നു, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന്. They have their service to provide to God and to people on behalf of God. ദൈവത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് മധ്യസ്ഥനായിട്ട് ദൈവിക ദൂതുകൾ മനുഷ്യരെ അറിയിക്കാനായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു മാധ്യമമായിരുന്നു. ദൂതന്മാരെയാണ് ദൈവം ഉപയോഗിച്ചത്. But Jesus is their Lord as well. എന്നാൽ യേശു കർത്താവ് ദൂതന്മാരുടെയും കർത്താവാണ്. We're told that Jesus has a better priesthood than Aaron in the Old Testament. യഹൂദ മതത്തിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു പുരോഹിതന്മാര്, പ്രത്യേകിച്ച് മഹാപുരോഹിതനായ അഹരോൻ. The new covenant in Jesus is said to be better than the old one of Moses. നോക്കുക, എന്നിട്ട് എബ്രായ ലേഖനകാരൻ പിന്നെ വെളിപ്പെടുത്തുന്നത് അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന്. പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമായ ഉടമ്പടിയാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയതെന്ന്. There was nothing wrong with Aaron and nothing wrong with Moses. നോക്കുക, അഹരോനോ മോശയ്ക്കോ എന്തെങ്കിലും കുറവുകളുള്ളത് ഉണ്ട് എന്നല്ല പറയുന്നത്. We learn from their experiences. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും, അവരുടെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ നമുക്ക് പഠിക്കാൻ കഴിയും. But we don't stay with their ministry. We now have Jesus. നമ്മുടെ ജീവിതം അഹരോന്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മാത്രം, അല്ലെങ്കിൽ ആ ബന്ധത്തോടുള്ള ബന്ധത്തിലല്ല നമ്മുടെ ജീവിതമായിരിക്കുന്നത്, യേശു ക്രിസ്തുവുമായുള്ള ജീവിതത്തിലാണ്. Let's look at the very first verse. No, the first few verses of chapter 1. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. Up to 4 we read. That was verse 4? Very Yes. good. Okay. I just noticed again what verse 3 talks about. 3-ാം വാക്യത്തിലെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ശ്രേഷ്ഠകരമായൊരു വർണ്ണന ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. Jesus provided purification of our sins. അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം. Amen. ആമേൻ. That is what the ministry of Aaron and Moses could not do. അതായിരുന്നു അഹരോന്യ പൗരോഹിത്യത്തിനും മോശയ്ക്കും ചെയ്യാൻ കഴിയാഞ്ഞ ഒരു ശുശ്രൂഷ. പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ അവരെ കൊണ്ട് എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. പക്ഷെ യേശു അത് ചെയ്തു. We're told about the blood of the sacrifices in the Old Testament. It could cover sin for a while, but never take it from your conscience. പഴയ നിയമത്തിലെ യാഗങ്ങളെ കൊണ്ട് നമ്മുടെ പാപങ്ങളെ മറയ്ക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആ പാപബോധം നമ്മളിൽ ഉണ്ടായിരുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. In fact, the New Testament tells us the sacrifices were a reminder of sins. അത് മാത്രമല്ല, പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടാകുകയായിരുന്നു. Imagine that. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. Every day you wake up ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ and somebody tells you about your mistakes. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് ആരോ നിങ്ങളോട് പറയുന്നു. And then you get up the next day. രാവിലെ പിന്നെ എഴുന്നേൽക്കുന്നു, അടുത്ത ദിവസം എഴുന്നേൽക്കുന്നു. And they remind you of your mistakes. ആ പാപത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് ചെയ്ത പാപത്തെക്കുറിച്ച് അവർ ബോധ്യപ്പെടുത്തുന്നു. Maybe they forget one day, but another day comes and they remind you again. ഒരു ദിവസം ഒരു പക്ഷേ മറന്നിരിക്കുക, എന്നാൽ അടുത്ത ദിവസം വന്ന് നിന്റെ പാപത്തെക്കുറിച്ച് വീണ്ടും അവർ ബോധ്യപ്പെടുത്തുകയാണ്. How does that make you feel? അത് എത്ര സുഖകരമായ ഒരു അനുഭവമാണോ? എന്നും ഒരാൾ വന്ന് നിന്റെ കുറ്റത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ You would say, I don't think I want to be around this person anymore. അപ്പോൾ നീ പറയും, ഇയാളുടെ കൂടെ നടക്കാൻ എനിക്ക് വലിയ താല്പര്യം. കാരണം ഇയാൾ എന്നും എൻ്റെ പാപത്തെക്കുറിച്ചും എൻ്റെ കുറ്റത്തെക്കുറിച്ചും എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ നമുക്ക് താല്പര്യമില്ല നമ്മൾ പറയും. What has Jesus provided? He has purified us from our sin. എന്നാൽ യേശുവിൻ്റെ യാഗം ചെയ്തത് എന്നാണെന്നറിയാമോ? നമ്മുടെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തി. ഇനി നമ്മുടെ പാപത്തെക്കുറിച്ച് ആരും ഓർമ്മപ്പെടുത്താനായിട്ടില്ല. കാരണം അത് എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു. Amen. Back to the very first, or the second verse, I should say. 2-ാം വാക്യത്തിലേക്ക് നമുക്ക് തുടങ്ങാം.
In these last days, God has spoken to us by His Son. ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. Previously, He spoke by the prophets. Now He has spoken by His Son. പണ്ട് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ആയിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. The prophets were looking ahead to what would happen. എന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ന് പ്രവാചകന്മാർ അവരുടെ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. And Jesus is the one who has completed what they looked ahead to. അവരെന്തിനായിട്ട് കാത്തിരുന്നോ എത്തി നോക്കിയിരുന്നോ അതിനെ പൂർത്തീകരിച്ചത് യേശു ക്രിസ്തുവാണ്. Now let's take a little side journey for a moment. ഒരു നിമിഷ നേരത്തേക്ക് നമുക്കൊന്ന് മാറി ചിന്തിക്കാം. Something you can keep in mind when you're studying and when you're teaching people as well. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. When you're reading God's word, ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ pay attention to the tense of the word. What I mean by that is, are you reading about what has happened? Okay. അതായത് ദൈവവചനത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അത് ഏത് വർത്തമാനകാലത്തിലാണോ ഭാവി കാലത്തിലാണോ ഭൂതകാലത്തിലാണോ ആ വാക്യം എഴുതിയിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണം. Has it already happened? അത് സംഭവിച്ചു കഴിഞ്ഞതാണോ? Is it happening now? അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണോ? Or is it going to happen in the അതോ future? സംഭവിക്കുവാൻ പോകുന്ന ഒരു വാക്യമാണോ ഇത് എന്ന് നാം ശ്രദ്ധിക്കണം. Very important to pay attention to. അത് വളരെ ശ്രദ്ധിച്ചിരിക്കണം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ. Otherwise, you're looking ahead to things that God says are already done. അതായത് അല്ലെങ്കിൽ വരുന്ന പരാജയം എന്നാണെന്നറിയാമോ? ദൈവം ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം നമ്മൾ ഇനിയും നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാത്തിരിക്കും. കാരണം അത് ഏത് ടെൻസിലാണ്, ടെൻസിന് മലയാളം എന്തുവാ, ഏത് കാലത്തിലാണ്, വർത്തമാനകാലമോ ഭാവി കാലമോ ഭൂതകാലമോ ഏത് കാലത്തിലാണ് ഈ വാക്യം എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കണം. I'll give an example. ഉദാഹരണം, you and I have done this together before. Okay. I like to talk to Christian people and ask them a question. ഞാൻ ദൈവജനത്തോട് സാധാരണ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. And this is the question I will ask you. ചോദ്യം ഇതാണ്: Are you righteous? നിങ്ങൾ നീതിമാന്മാരാണോ? I think this room has the answer better than other rooms I've been in. ഇവിടെ നിങ്ങളേതായാലും ശരിയായൊരു ഉത്തരം പറഞ്ഞു. ആണ്. എങ്ങനെ? ക്രിസ്തുവിൽ നമ്മൾ നീതിമാന്മാരാ. When I used to ask myself that question, ഈ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ I would say, well, I'm trying to be. ഞാൻ അങ്ങനെ അതിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കുന്നേ ഉള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. Oh boy. അയ്യോ, that won't work. അത് ശരിയല്ല. Because righteousness is not what I am doing or becoming. നീതീകരണം എന്നുള്ളത് എൻ്റെ പ്രവൃത്തിയാൽ ഞാൻ നേടിയെടുക്കുന്ന ഒന്നല്ല. It's what Jesus has made me by joining me with Him. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം എന്നെ തന്റേതാക്കി തീർത്തപ്പോൾ അവന്റെ നീതീകരണം എൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. Does God require righteousness from us? ദൈവം നമ്മളിൽ നിന്ന് നീതീകരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? Yeah, He does. ഉണ്ട്. But we couldn't do it ourselves. പക്ഷെ നമ്മളെ കൊണ്ട് തന്നെ ഒക്കത്തില്ല. So He gave us Jesus. ആ നീതീകരണം നമുക്ക് പ്രാപിക്കാനായിട്ട് യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകി തന്നു. അവന്റെ അനുസരണത്താൽ നാം നീതിമാന്മാരായി തീർന്നു. So when I'm trusting in Jesus, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്ന ആ മാത്രയിൽ righteousness is not in the future waiting for me. നീതീകരണം എനിക്ക് ഭാവിയിൽ പ്രാപിക്കാൻ പോകുന്ന ഒന്നല്ല. Righteousness is already given to me in Jesus. യേശു ക്രിസ്തുവിലൂടെ ആ നീതീകരണം, അവൻ്റെ അനുസരണത്താൽ ഉണ്ടായ നീതീകരണം എൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിനാൽ യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. Are you holy? നമ്മൾ വിശുദ്ധരാണോ? Yes, you are. തീർച്ചയായിട്ടും. It's the same answer as righteous. കാരണം നീതീകരണം എന്നുള്ളത് പോലെ തന്നെയാണ് വിശുദ്ധീകരണത്തിന്റെ ഉപദേശം വേദപുസ്തകം പഠിപ്പിക്കുന്നത്. You didn't do it. I didn't do it. God provided for us. ഞാനും നീയും നീതിയായത് ചെയ്ത് നീതീകരണം പ്രാപിക്കുകയല്ല, വിശുദ്ധിയായത് ചെയ്ത് വിശുദ്ധനായതല്ല, യേശു ക്രിസ്തുവിലൂടെ അത് നമുക്ക് സൗജന്യമായി നൽകി തരികയാണ് ചെയ്തത്. And what does the New Testament tell us to do? It says, put on the new person. അതുകൊണ്ട് ആ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യുക? പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ.
And the new person is the creation of God, righteous and holy. നീതിയിലും വിശുദ്ധിയിലും രൂപമായ പുതിയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്തോളുവിൻ? ധരിച്ചോളുവിൻ. He did it. കാരണം യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് അത് ലഭിച്ചത്. And he gave it to us. അത് നമ്മളോട് ധരിച്ചോളാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. It was his idea. അത് ദൈവത്തിന്റെ ആശയമാണ്. It was his provision. അത് ദൈവമാണ് നമുക്ക് നൽകി തന്നത്. We say thank you. അതിന് നാം നന്ദി പറഞ്ഞാൽ മാത്രം മതി. We say thank you, Lord, for this gift. കർത്താവേ, നീ എന്നെ നീതീകരിച്ചതിനായിട്ട് സ്തോത്രം, നീ എന്നെ വിശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം, ദൈവാനുരൂപമായ പുതിയ മനുഷ്യനെ ധരിപ്പാൻ നീ എനിക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. If I want to find righteousness, I will look backwards to Jesus. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീതീകരണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞ് ക്രൂസിലോട്ടൊന്ന് നോക്കിയേച്ചാൽ മാത്രം മതി. Didn't the Bible say that if anyone is in Christ, he's a new creation? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. The old is gone and all പഴയത് things കഴിഞ്ഞു are പോയി, made ഇതാ new. സകലം പുതുതായി തീർന്നിരിക്കുന്നു. So when we're reading God's word, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ we pay attention. വളരെ ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. Is it already finished? അത് നടന്നു കഴിഞ്ഞൊരു പ്രവൃത്തിയാണോ, Is it still to happen? അതോ ഇനി നടക്കാനുള്ളൊരു പ്രവൃത്തിയാണോ? Just some help, I hope, will be useful for you. And remember to share with other people as you're teaching God's word. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോഴെല്ലാം നമ്മളിത് പഠിപ്പിച്ചു കൊള്ളണം. അവരെ ഇനി നീ പാപിയാ, ഇനി നീ അങ്ങോട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ കുറ്റബോധം കൊടുക്കരുത്. നമ്മെ ക്രിസ്തുവിൽ അവൻ നീതീകരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളെല്ലാ ദൈവമക്കൾക്ക് നൽകി കൊടുക്കണം. So the writer of Hebrews says God spoke by the prophets. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ തൻ്റെ ജനത്തോട് സംസാരിച്ചു. But in these last days എന്നാൽ he has spoken by his son. തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. Now when he says last days, അന്ത്യകാലം എന്നൊരു പദം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. what's he speaking of? അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ അന്ത്യകാലം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് എന്തുവാ? Christians are always looking ahead to the last days. എല്ലാ ദൈവമക്കളും നോക്കി അന്ത്യകാലം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നുള്ള ഒരു കാലമാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. Wondering when will Jesus come? കർത്താവ് വരാൻ പോകുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലാണ് അന്ത്യകാലമെന്ന് എല്ലാവരും പറയുന്നതും ചിത്രീകരിക്കുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്നതും. That's okay. I sometimes wonder that myself. അത് കുഴപ്പമൊന്നുമില്ല. അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലമാണേ ഉള്ളത്. Sometimes I say today would be good, Jesus. എന്നാൽ ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, അന്ത്യകാലം ഇന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. But we don't know. പക്ഷെ അറിയത്തില്ല എന്നാ ആ അന്ത്യകാലത്തിന്റെ അന്ത്യം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. But the writer of Hebrews says these last days. എന്നാൽ എബ്രായ ലേഖനകാരൻ പറയുന്ന ഈ അന്ത്യകാലം ഏതാ? അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അന്ത്യകാലം ഏതാ? He's talking about the end of something. എന്തിൻ്റെയോ ഒരവസാനത്തെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. The last days of something. എന്തിൻ്റെയോ അവസാന കാലം. What do you think it was the last അത് days? എന്തിൻ്റെ ആയിരിക്കും? The law? Yeah, that's what he says. The law. Yeah. And the prophets. പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിൻ്റെയും അന്ത്യകാലം. What the prophets were looking ahead for. ഇന്നലെ വരെ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയും പ്രവചിച്ചിരുന്ന പ്രവാചകന്മാർ വരുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ചായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പ്രവചിച്ചിരുന്നത്. Jesus brought those things to completion. ആ പ്രവചന ശുശ്രൂഷയ്ക്ക് ഒരു അന്ത്യം വരുത്തിയിരിക്കുന്നു. And when we're talking about the law, ന്യായപ്രമാണത്തിനും the New Testament says that the law was given until the seed should come. നോക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാ? ശിശുവായി സന്തതി വരുവോളം, വാഗ്ദത്ത സന്തതി ജനിക്കുവോളമാണ് ന്യായപ്രമാണം നമുക്ക് തന്നിരുന്നത്. And who is the seed? ശിശുപാലകനായിട്ട് ആരായിരുന്നു ആ സന്തതി? Jesus is the seed. യേശുവാണ്. So when Jesus comes, യേശു വന്നപ്പോൾ the time of the law is finished. നോക്കുക, ന്യായപ്രമാണ യുഗം അവസാനിച്ചു. We can still read and learn from that. ന്യായപ്രമാണത്തിൽ എന്താണ് ദൈവം ചെയ്തിരുന്നതെന്നും എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചിരുന്നതെന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കാം. But if we try to live in that time, എന്നാൽ ന്യായപ്രമാണം അനുസരിച്ചാണ് ഇനിയും ജീവിക്കാൻ പോകുന്നതെങ്കിൽ, കാരണം ആ കാലം കഴിഞ്ഞു, we'll find we'll fail just like the people then did. കാരണം ഇസ്രായേൽ ജനങ്ങൾ പരാജയപ്പെട്ടത് മുഴുവനും അവർ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ്. We need something better. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നു.
And the writer of Hebrews is telling us Jesus is better. എബ്രായ ലേഖനകാരൻ പറയുന്നു ആ ശ്രേഷ്ഠകരമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. So when we're reading about Jesus, God is speaking. നോക്കുക, യേശുവിനെ കുറിച്ച് യേശുവിലൂടെ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ദൈവം തന്നെയാണ്. Verse 2 also tells us this. രണ്ടാം വാക്യം അത് തന്നെ പറയുന്നത്, God made Jesus the heir of all things. യേശുവിനെ അവൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. We have to qualify to be God's heir. നോക്കുക, ഒരാള് ദൈവമായിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ചില യോഗ്യതകളുണ്ട്. If we're going to receive what God would want us to have, we have to qualify. നോക്കുക, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിരിക്കുന്ന ഒരു യോഗ്യതയിലേക്ക് നാം കടന്നു വരണം. But we already know we couldn't do that by the law. പക്ഷേ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ യോഗ്യത പ്രാപിക്കാനായിട്ട് ഒക്കത്തില്ല. We couldn't do it on our own, otherwise we don't need a savior. നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നമുക്ക് അങ്ങനെ യോഗ്യത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു രക്ഷകന്റെ ആവശ്യമില്ല. So God gave us Jesus as the one who does qualify. അതുകൊണ്ട് നമ്മെ യോഗ്യരാക്കി തീർക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. And he says to all people, സകലർക്കും Jesus is there for you. യേശു രക്ഷകനായി അല്ലെങ്കിൽ അവരെ യോഗ്യരാക്കി തീർക്കേണ്ടതിന് യേശു ഈ ലോകത്തിലേക്ക് വന്നു. We talked a little bit earlier about praying in the name of Jesus. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. I don't come to God based on me and what I do. എൻ്റെ പ്രവൃത്തികളെ കൊണ്ടല്ല, ഞാൻ ചെയ്ത നീതി പ്രവൃത്തികളാലല്ല എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുന്നത്. I'm invited to come to God based on who Jesus is. എനിക്ക് യേശുവിൻ്റെ അടുക്കൽ എനിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള ഏക യോഗ്യത യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. This is going to seem very simple to us in this room. നിങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. But it's very important to remember. ഇത് ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. When you're reading the book of Hebrews, എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ it was written to Hebrew people. ശ്രദ്ധിക്കുക, ഇത് എബ്രായ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയേക്കുന്നതാണ്. എബ്രായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് നടന്നു വന്ന, അതിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അങ്ങനെ ഒരു യഹൂദ പശ്ചാത്തലമുള്ള വിശ്വാസികൾക്കാണ് എബ്രായ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. I know that sounds simple. അത് വളരെ ലളിതമായിരിക്കും. But sometimes we forget. ചിലപ്പോൾ നമ്മളത് മറന്നു പോകും, ഇത് ആർക്കാ എഴുതിയെന്നുള്ളത്. I can learn from the book even more if I'll remember who was he speaking to first. നോക്കുക, ഇത് ആർക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എബ്രായ ലേഖനത്തെ നമുക്ക് കുറെ കൂടെ ആഴമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും എളുപ്പമായിരിക്കും. Okay, let's have a look at the early part of chapter 2 for a moment. ഇനി രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ ആരംഭവാക്യങ്ങൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് let's go to the first 3 verses. ആദ്യത്തെ 3 വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? Verse 2 speaks about a message that was spoken through angels. രണ്ടാം വാക്യത്തിൽ പറയുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. Do you remember what that message was? എന്തായിരുന്നു ദൂതന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനം? This one's a bit tricky. അത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എവിടാ? Anybody remember? ഏതെങ്കിലും ഓർക്കുന്നോ? അപ്പോൾ ഇതെന്തുമായിരുന്നു? ദൂതൻ മുഖാന്തരം നമുക്ക് അരുളി ചെയ്ത വചനം എന്തുമായിരുന്നു? അല്ലെങ്കിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം പറഞ്ഞുതരാം. ദൂതന്മാർ വന്ന് എവിടെങ്കിലും ദൂത് പറഞ്ഞത് ഓർക്കുന്നോ? Anybody have the answer for you? They said it is Old Testament, but it is Old Testament? It is. പഴയ നിയമത്തിൽ തന്നെ. സോദോം ഗോമോറയുടെ നാശം ആരാവെന്ന് അറിയിക്കുന്നത്? I think we actually find the answer in the book of Acts.
പ്രവൃത്തികളുടെ പുസ്തകത്തിലും നമുക്ക് അതിൻ്റെ ഉത്തരം കാണാൻ കഴിയും. If you want to write down Acts chapter 7 അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലോട്ടൊന്ന് വാ. and verse 53. 53-ാം വാക്യം, പ്രവൃത്തി 7:53 എടുത്തൊരു വായിച്ചേ. In Acts chapter 7, Stephen is giving a bit of a history summary about the people of Israel. 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് സ്തെഫാനോസ് വളരെ ലളിതമായി പറയുന്നുണ്ട്. Let's have a look at that verse just so we can see it together. ഓക്കെ, പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിലോട്ട് നമുക്കൊന്ന് വരാം. Acts chapter 7 and verse 53. 7:53. You received the law by the angels. ന്യായപ്രമാണം ദൈവം നൽകിക്കൊടുത്തത് ദൂതന്മാർ വഴിയാണെന്നാണ് അവിടെ പറയുന്നത്. Galatians 3:19 also says that. Oh yeah? Yeah. Very good. A similar theme anyways. Okay, Yeah. good. So the word spoken through angels refers to the law. നോക്കുക, ദൂതന്മാരാൽ നൽകപ്പെട്ട വചനം എന്ന് പറയുന്നതിനെ എന്തിനാ, ന്യായപ്രമാണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. So the writer of the letter to the Hebrews is reminding the people, if we don't listen to Jesus and make use of his provision, how else do we escape from the requirements of the law? അതായത് ദൂതന്മാർ നിമിത്തം നൽകിത്തന്ന വചനത്തെ നാം നിരാകരിച്ചു എങ്കിൽ, അതിന് തക്ക ശിക്ഷ നമുക്ക് ലഭിച്ചു എങ്കിൽ, അതിനേക്കാൾ ശ്രേഷ്ഠമായ വചനം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തന്നപ്പോൾ അതിനെ നിരാകരിക്കുന്നവർക്ക് ശിക്ഷ എത്ര അധികമായിരിക്കും. Where else will you go for salvation? പിന്നിന് നിങ്ങൾ എവിടെ രക്ഷയ്ക്ക് പോകുന്നേ? അതാ പറഞ്ഞ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കിയാൽ Who will help you? ഇനി ആർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും? There's no person who can help you. കാരണം ദൂതന്മാരാൽ ലഭിക്കപ്പെട്ട വചനത്തെ നിരാകരിച്ചവർക്ക് കഠിനമായ ശിക്ഷ ലഭിച്ചു എങ്കിൽ, Well, that's not right. There's one person. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വചനത്തെ നാം നിരാകരിക്കുന്നെങ്കിൽ ഇനി രക്ഷയ്ക്ക് നമ്മൾ എവിടെ പോകും? Amen to what you said. Yes. I don't know what you said, but amen. Exactly what you said. So the law was given through the angels. ന്യായപ്രമാണത്തെ ദൈവം നൽകി തന്നത് ദൂതന്മാരിലൂടെ. But Jesus brings that time to an end with something better. എന്നാൽ യേശു വന്നതോടുകൂടെ ന്യായപ്രമാണ യുഗത്തിന് ഒരവസാനം ദൈവം കൽപ്പിച്ചു. He is better than the angels. നോക്ക്, കാരണം അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. His ministry is greater than that of Aaron the priest. അഹരോന്യ പൗരോഹിത്യത്തെക്കാളും ശുശ്രൂഷയെക്കാളും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് യേശു ചെയ്തിരിക്കുന്നത്. Jesus is returning us to the priesthood of Melchizedek. 7-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ യേശു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് നമ്മെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്, പുരാതനമാണ്, ഉന്നതമാണ് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ഇവിടെ പറയുന്നു, അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു പൗരോഹിത്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നു. Somebody asked me just yesterday, who do you think Melchizedek was? ഇന്നലെ ആരോ എന്നോട് ചോദിച്ചെന്ന് തോന്നുന്നു, ആരായി മൽക്കീസദേക്ക് എന്ന്. The Bible says he had no beginning of days and no end of life. ആദിയും അന്തവും ഇല്ലാത്തവനാണ് മൽക്കീസദേക്ക്. പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. We have no record of his father or his mother. അവന്റെ പിതാവ് ആരെന്നോ മാതാവ് ആരെന്നോ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. I don't think it's me or you. ഞാനും നീയോ അല്ല എന്തായാലും അത്. And they said, was Melchizedek Jesus? ചിലർ ചോദിക്കാറുണ്ട്, ഈ മൽക്കീസദേക്ക് എന്ന് പറയുന്നത് യേശു ആയിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. I don't know for sure, but I don't have a better answer either. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ഒക്കത്തില്ല. അല്ല എന്ന് അത് അല്ല ഇതാന്ന് പറയാനും എന്നെ കൊണ്ട് പറയാൻ വേറെ ഉത്തരം എനിക്കില്ല. He is called the priest of the most high God. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എന്നാണ് മൽക്കീസദേക്കിനെ കുറിച്ച് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. We're told that he blessed Abraham. അവനാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ചത് എന്ന് പറയുന്നു. And we're told that the greater one, Melchizedek, blessed Abraham. ശ്രേഷ്ഠനായ മൽക്കീസദേക്ക് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചതായി നാം വായിക്കുന്നു. But for the Hebrew people, who is better than Abraham?
യഹൂദന്മാരെ സംബന്ധിച്ച് അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാരാണ്? അവരുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ, അവരുടെ ഏറ്റവും വലിയ ആള് അബ്രഹാം എന്ന യഹൂദന്മാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നാം കാണുന്നു ആ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് അബ്രഹാമിനേക്കാൾ വലിയവനായ ശ്രേഷ്ഠനായ മൽക്കീസേദെക്കാണ്. To the Hebrew person, there is no person greater than Abraham. ഒരു എബ്രായനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യഹൂദനെ സംബന്ധിച്ച് അബ്രഹാമിനേക്കാൾ വലിയവനാരുമില്ല. So I kind of believe Melchizedek is probably Jesus. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു മൽക്കീസേദെക്ക് യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ യേശുവിന് പ്രതിപുരുഷനായി നിൽക്കുന്ന പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണെന്ന്. Remember, there's another story about Joshua. യോശുവയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. And we're told that one day Joshua meets someone he doesn't know. ഒരു ദിവസം യോശുവ താൻ അതുവരെ കണ്ടിട്ടില്ലാതെ പരിചയപ്പെടാത്ത ഒരു വ്യക്തിയെ തൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. And this person introduces himself to Joshua as the commander of the army of the Lord. എന്നിട്ട് യോശുവ നീ ആരെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സേനാധിപതിയാണെന്ന് പറയുന്നുണ്ട്. And we have the story of Daniel and his 3 friends. ദാനിയേലും 3 സ്നേഹിതന്മാരെയും കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ദാനിയേൽ പ്രവചനത്തിൽ ശദ്രക് മേശക് അബേദ്നെഗോ. You remember that story? അത് നമുക്കറിയാം. And the king puts them in the fire. രാജാവ് ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീച്ചുള്ളിലേക്ക് എറിഞ്ഞുകളയുന്നു. And the king looks into the fire a little bit later. കുറച്ചു കഴിഞ്ഞ് രാജാവ് തീച്ചുള്ളിലേക്ക് നോക്കുമ്പോൾ And he says 1 2 3. 1 2 3 നാലാമതൊരാളും കൂടെ ഉണ്ടല്ലോ അവിടെ. 1 2 3. 1 2 1 2 4. 4. Didn't we put 3 in there? ചോദിച്ചു അല്ല 3 പേരെ അല്ലയോ നമ്മൾ ഇട്ടേ? Yeah, we did. അതെ. I don't know who was in the fire exactly. ആ നാലാമൻ ആരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാം അവൻ ദൈവദൂതനോടും സദൃശനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. It was somebody greater than Daniel's 3 friends. ദാനിയേലിന്റെ 3 സ്നേഹിതന്മാരെക്കാൾ ഉന്നതനായ ഒരുവനായിരുന്നു നാലാമനായി അവരുടെ കൂടെ നടന്നത്. Amen. 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 So we meet in Hebrews, we're reminded again of this Melchizedek. ഇതാ എബ്രായ ലേഖനത്തിൽ വീണ്ടും ഈ മൽക്കീസേദെക്കിനെ നമ്മൾ കാണുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചതിന് ശേഷം ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൽക്കീസേദെക്കിനെ കാണുന്നു. And we're told that the ministry of Jesus is like the ministry of Melchizedek. എന്നിട്ട് പറയുന്നു യേശുവിന്റെ ശുശ്രൂഷ മൽക്കീസേദെക്കിന്റെ ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു ശുശ്രൂഷയായിരുന്നു എന്ന്. Remember, Abraham lived long before Moses and the law for Israel. നോക്കുക, മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം നൽകി കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. Abraham's life with God was simply by God's grace. നോക്കുക, അബ്രഹാമിന് ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അബ്രഹാമിന് ആ നന്മ ലഭിച്ചത്. I don't remember the Bible giving any reason for God's relationship with Abraham. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണെന്ന് വേദപുസ്തകത്തിലൊന്നും നമ്മൾ കാണുന്നില്ല. It was God's decision. അത് ദൈവത്തിൻ്റെ തീരുമാനം മാത്രമായിരുന്നു, ദൈവത്തിൻ്റെ കൃപ മാത്രമായിരുന്നു. That sounds like the gospel to me. നോക്കുക, സുവിശേഷവും അങ്ങനെ തന്നെയാ. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണ്. It was God's decision. അത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. It was God's work. അത് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. It was finished by God. അത് ദൈവത്താൽ തന്നെ ആരംഭിച്ചു, ദൈവത്താൽ തന്നെ പൂർത്തിയാക്കപ്പെട്ടു. And we say thank you. അതിന് നാം ദൈവത്തോട് നന്ദി പറയുക മാത്രം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഒന്നും ചെയ്തില്ല. നമ്മളിൽ ആരംഭിച്ചത് അവൻ തന്നെ, പൂർത്തിയാക്കിയത് അവൻ തന്നെ, നടത്തുന്നത് അവൻ തന്നെ, എല്ലാം അവന്റെ കൃപ മാത്രം. Amen.